നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞുങ്ങൾ പിറന്നപ്പോൾ മുതലുള്ള ഓരോ മുഹൂർത്തങ്ങളും മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. നൂലുകെട്ട്, പിറന്നാള്, ആദ്യമായി സ്കൂളിൽ പോയ ദിവസം, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ട മക്കളെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ അല്ലേ? എന്നാര് പറഞ്ഞടി? എന്നാലേ ഇനി ഈ വീട്ടിലെ ഏറ്റവും അടുത്ത വിശേഷം എന്താണെന്ന് പറ. നിന്റെ കല്യാണം അല്ലാതെന്താ? അമ്മേ, എന്നാ ശാലിനിക്കും ശാരികയ്ക്കും ഓരോ കുഞ്ഞു പിറക്കുന്നത്. ഞാൻ അതാ പറഞ്ഞ അമ്മയ്ക്ക് വല്യച്ചിയും കുഞ്ഞച്ചിയും കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ, എന്നെ കുറിച്ച് ഒരു വിചാരം ഇല്ലാന്ന്. എടി, നിനക്ക് കുഞ്ഞു പിറക്കണോ? അതിനാദ്യം കല്യാണം കഴിയിട്ടിടി പെണ്ണേ. ഓർമ്മയുണ്ടടി, മറ്റന്നാ മീനത്തിലെ ചോതി, നിന്റെ ജന്മനക്ഷത്രം. ആഹാ, വലിയ വിശേഷമാണല്ലോ. നമുക്കിതൊന്ന് ആഘോഷിക്കാം. ശാരദയുടെ വിഷമവും മാറിക്കിട്ടും. മക്കളെ എല്ലാം ഒന്നിച്ച് കാണാനുള്ള ഒരു അവസരമല്ലേ. അവരൊക്കെ വരുവോ ഗോപാലേട്ടാ? പിന്നെ വരാതെ. അച്ഛൻ ആദ്യമായിട്ടൊരു വിശേഷത്തിന് വിളിക്കുകയല്ലേ. രാജീവും ശാരികയും വിഷ്ണുവും ശാലിനിയും എല്ലാരും വരും. വെറുമൊരു പിറന്നാൾ ആഘോഷമല്ല, ഈ കുറുമ്പിയുടെ പിറന്നാൾ പൊടി പൊടിക്കും നമ്മള്. അതിന് ചില സർപ്രൈസും കൂടി ഉണ്ടാവും. എന്ത് സർപ്രൈസ് ആച്ചാ? കാണാൻ പോകുന്ന പൂരം എന്തിനാ നമ്മളെ പറഞ്ഞറിയിക്കുന്നേ? ഞെട്ടാൻ റെഡിയായിരുന്നു. വിഷ്ണുട്ടാ, കിടക്കാറായില്ലേ? കിടക്കാലോ. അതെ, ശ്യാമയുടെ ബർത്ത്ഡേക്ക് എന്ത് സർപ്രൈസ് അച്ഛൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെ, ഇത് ഞാൻ പറഞ്ഞ ഇയാൾ ഉടനെ ഫോൺ ചെയ്ത് ശ്യാമയോടൊന്നും പറയില്ലല്ലോ. ഇല്ല വിഷ്ണുട്ടാ. എന്നാ പറയാം, ശ്യാമയുടെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷം നമ്മളൊരു ഹൗസ് ബോട്ടിലായിരിക്കും. അത് കൊള്ളാലോ. അതെവിടെ വെച്ചാ? അത് നല്ല ഒന്നാമതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് തന്റെ അച്ഛൻ. എല്ലാരും കൂടി ഒരു വിനോദയാത്ര, ഒരാഘോഷം, അതൊക്കെയാണ് ഉദ്ദേശം. അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആഘോഷമല്ലേ വിഷ്ണുട്ടാ? ശ്യാമയുടെ ബർത്ത്ഡേ എന്ന് മാത്രം കരുതണ്ട. അച്ഛനൊപ്പം ഞങ്ങളൊന്നും ആഘോഷിച്ചിട്ടില്ല വിഷ്ണുട്ടാ. സത്യം പറഞ്ഞ ഞങ്ങളെ മക്കളുടെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ലാത്ത ആളായിരുന്നു അച്ഛൻ. അതൊന്നും സാരമില്ലടോ. നോക്ക്, കാർമേഘങ്ങളെല്ലാം നീങ്ങിയിട്ട് ഇപ്പൊ മാനം തെളിഞ്ഞില്ലേ? ഇത് ഇനിയൊരു പുതിയ തുടക്കാവുന്ന എന്റെ ഒരു വിശ്വാസം. അതെ വിഷ്ണുട്ടാ, ശാരികേച്ചിയുടെ പ്രശ്നങ്ങളെല്ലാം മാറിയല്ലോ. ശാരികേച്ചിയും രാജീവ് സാറും വരുമല്ലോ അല്ലേ? പിന്നെ വരാതെ. എടോ, തന്റെ അച്ഛൻ എല്ലാരും നേരിട്ട് വിളിക്കല്ലേ. വിജയലക്ഷ്മി ആന്റിയുടെ വീട്ടില് എന്തായിട്ടുണ്ടാവോ ശാരികേച്ചിയുടെ കാര്യം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.